ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറേ കാലം കൂടിയിട്ടാണ് ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വയനാട് മേപ്പാടിയിലെ ഒരു കപ്പിൾസ് കോട്ടേജുകളൊക്കെ ഉള്ള ഒരു പ്രോപ്പർട്ടിയിലേക്കാണ്. അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടിയിലെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് പോകാം. നമ്മൾ ഈ പ്രോപ്പർട്ടിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ ഇവിടെ നല്ല മനോഹരമായിട്ട് അവർ നമ്മുടെ ഇപ്പോൾ കാർ പാർക്കിംഗ് ഏരിയയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സറൗണ്ടിങ് ആണ് ഇവിടുത്തെ റിസപ്ഷൻ. അതുപോലെ തന്നെ ഇവിടെ കപ്പിൾസ് കോട്ടേജുകളുണ്ട്, ഇവിടെ റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ ഈ സറൗണ്ടിങ് തന്നെയാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ നമുക്ക് മൊത്തം 5 ഡീലക്സ് റൂമുകളും 6 പ്രീമിയം വില്ലാസുമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഒരു റൂം കാറ്റഗറീസിലേക്ക് പോകാം. ഇനി നമുക്ക് ഈ പ്രോപ്പർട്ടിയിലെ ഇൻഡിപെൻഡൻറ്റ് കോട്ടേജ് ആണിത്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് കോട്ടേജ് എങ്ങനെയാണ് റൂമൊക്കെ സെറ്റ് ചെയ്തേക്കെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് റൂമിൻ്റെ ഉള്ളിലേക്ക് പോകാം. ഇതാണ് ഇവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് കോട്ടേജ്. ഇവിടെ നല്ലൊരു LED TV, അതുപോലെ തന്നെ എയർ കണ്ടീഷൻ റൂമാണ്. ബെഡൊക്കെ നല്ല ഭംഗിയായിട്ട് അവർ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ നല്ലൊരു ബാഡ്രോബ്, അതുപോലെ തന്നെ ടീ കോഫി മേക്കേഴ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ വാഷ്റൂം ഇനി കാണാം. വാഷ്റൂമും നല്ല ഭംഗിയായിട്ട് അവർ വൃത്തിയായിട്ട് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഈ പ്രോപ്പർട്ടിയിലെ ഔട്ട്ഡോർ ഗെയിംസ് ആയിട്ട് ഇവിടെ ബാഡ്മിൻ്റൺ കോർട്ടാണിത്. ബാഡ്മിൻ്റൺ കോർട്ടൊക്കെ നല്ല മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടുത്തെ കിഡ്സ് പ്ലേ ഏരിയ ആണ്. ഒരുപാടൊന്നുമില്ല, എങ്കിലും നമുക്കൊരു ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ആ പിള്ളേർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ഇവിടെ ഒരു സ്വിങ് ഉണ്ട്. അതുപോലെ തന്നെ ചെറിയ കിഡ്സിന് കളിക്കാൻ പറ്റിയ ഒരു ഇതൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കിഡ്സ് പ്ലേ ഏരിയ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു കംഫർട്ടായിരിക്കും അല്ലേ. അപ്പോൾ നല്ല മനോഹരമായിട്ട് കിഡ്സ് പ്ലേ ഏരിയ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിനി പോകുന്നത് ഇവിടുത്തെ ഡീലക്സ് റൂം കോട്ടേജിലേക്കാണ്. ഡീലക്സ് റൂം കോട്ടേജിലേക്ക് ഇവരെ കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു സിറ്റ് ഔട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്കിതാ ഇവിടെ 2 ചെയർസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ഈ ഒരു നാച്ചുറാലിറ്റി ഒക്കെ ഇവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റും. ഇവിടെ ഉള്ളൊരു ഗാർഡൻ ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫുൾ നാച്ചുറലാണ് ചുറ്റുപാടൊക്കെ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ റൂം എങ്ങനെ സെറ്റ് ചെയ്തേക്കാൻ നോക്കാം. നമ്മൾ ഡീലക്സ് റൂമിലേക്ക് കയറി വരുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് അവർ ബെഡൊക്കെ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊരു എയർ കണ്ടീഷൻ റൂമാണ്. നല്ല ഭംഗിയായിട്ട് ബെഡൊക്കെ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഡീലക്സ് റൂമിലേക്ക് കയറി വരുമ്പോൾ തന്നെ എയർ കണ്ടീഷൻ റൂമാണ്. അതുപോലെ തന്നെ LED TV, നല്ലൊരു ബാഡ്രോബ്, അതുപോലെ ടീ കോഫി മേക്കേഴ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്താണ് ഇവിടുത്തെ വാഷ്റൂമിലേക്ക് പോകാം. വാഷ്റൂം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കാം. നല്ലൊരു അടിപൊളി വാഷ്റൂമുണ്ട്. നമ്മളിനി പോകുന്നത് ഇവിടുത്തെ പ്രീമിയം വില്ല കോട്ടേജിലേക്കാണ്. അപ്പോൾ പ്രീമിയം വില്ല കോട്ടേജിൻ്റെ ഫെസിലിറ്റീസും റൂമൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് റൂമിലേക്ക് പോകാം. നമുക്കിനി റൂമൊക്കെ എങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നോക്കാം. അപ്പോൾ റൂമിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഇത് എയർ കണ്ടീഷൻ റൂമാണ് കേട്ടോ, AC റൂമാണ്. ഇവിടെ ബെഡൊക്കെ നല്ല ഭംഗിയായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു സോഫയൊക്കെ ഉണ്ട് ഇരിക്കാൻ. നല്ല സ്പേഷ്യസ് റൂമാണ്. അതുപോലെ സോഫ, പിന്നെ നല്ലൊരു LED TV, അതുപോലെ തന്നെ ഇവിടെ ബാഡ്റൂബ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ ഇവിടെ ടീ കോഫി മേക്കേഴ്സ് ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ വാഷ്റൂം കാണാം. വാഷ്റൂം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വൃത്തിയായിട്ട് നല്ല വാഷ്റൂം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ റൂമിൻ്റെ ഒരു ഹൈലൈറ്റ് ഏരിയ ആണ് ഇവിടുത്തെ ബാൽക്കണി. അപ്പോൾ നമുക്ക് നല്ലൊരു പ്രൈവസി ഉള്ളൊരു ബാൽക്കണി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാൽക്കണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഫുൾ നാച്ചുറൽ വ്യൂ ആണ്. ഓപ്പോസിറ്റുള്ള വ്യൂ നമ്മുടെ ഫുൾ നാച്ചുറൽ ആയിട്ടുള്ള വ്യൂ ആണ്. നല്ലൊരു പ്രൈവസി ഉള്ള ബാൽക്കണിയാണ്. അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് വ്യൂ ഒക്കെ ആസ്വദിച്ചിരിക്കാൻ പറ്റിയ നല്ലൊരു പ്രൈവസി ഉള്ളൊരു പ്രീമിയം റൂമാണ്. ഞാൻ എല്ലാ വ്ളോഗ്സിലും നിങ്ങളോട് പറയാനുള്ള കാര്യമാണല്ലേ, എല്ലാ പ്രോപ്പർട്ടിയിൽ പോയാലും നമ്മൾ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ഒരു സംഭവമാണ് അവിടുത്തെ സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുന്നത്. ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു സ്വിമ്മിംഗ് പൂൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കിഡ്സ് പൂളുണ്ട്. അതുപോലെ കോമൺ ആയിട്ടുള്ള ഒരു നമുക്ക് വലിയവർക്കൊക്കെ ഇറങ്ങാൻ പറ്റുന്ന ഒരു വലിയ പൂളുണ്ട്. നമുക്ക് 6 ഫീറ്റോളം ആഴം വരുന്ന പൂളാണിത്. അപ്പം എല്ലാ പ്രോപ്പർട്ടിയിലും അത് നമുക്ക് ബാച്ചിലേഴ്സ് ആയിട്ടോ ഫാമിലി ആയിട്ടോ ഒക്കെ കപ്പിൾസൊക്കെ ആയിട്ട് വരുവാണ്. എല്ലാവർക്കും എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ ഒരു റിസോർട്ടാണ്, പ്രോപ്പർട്ടിയാണിത്. അപ്പോൾ പൂളൊക്കെ നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ഒരു മെയിൻ വ്യൂ പോയിന്റ് ഏരിയ ആണ്. അതായത് ഇവിടുത്തെ എല്ലാ പ്രോപ്പർട്ടികളിൽ വരുന്നവർക്കും ഇവിടെ വന്നിട്ട് ഈ വ്യൂ പോയിന്റുകളൊക്കെ ആസ്വദിക്കാൻ പറ്റും. ഇത് കോമൺ ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ഏരിയ ആണ്. വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി വ്യൂ പോയിന്റ് ആണ്. അതായത് നമ്മുടെ കാന്തൻപാറ വാട്ടർഫോൾസിൻ്റെ ഒരു വ്യൂ, ഫുൾ മൗണ്ടെയിൻ ആണ്. അപ്പോൾ ഇത്ര ഉള്ളൊരു വ്യൂ എനിക്ക് തോന്നുന്നില്ല വയനാട്ടിലെ ഇത്രയും വ്യൂ ഉള്ളൊരു പ്രോപ്പർട്ടി ഏരിയ ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഈ പ്രോപ്പർട്ടി ഈ ഒരു വ്യൂ പോയിന്റ് ഒക്കെ ഇവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്കും ഈ വ്യൂ ഒക്കെ വന്ന് ഇവിടെ നിന്ന് ആസ്വദിക്കണം എന്നില്ലേ? അപ്പം ഈ വ്യൂ ഒക്കെ ഇവിടെ വന്ന് കാണണമെങ്കിൽ ഈ പ്രോപ്പർട്ടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഞങ്ങളെ വഴികാട്ടി പേജുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്പർ താഴെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കൂടാതെ ഞങ്ങളുടെ കൂടുതൽ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
കൂടാതെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.